ഒന്ന് വരാവോ? സിനിമയെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ മീനിക്കുട്ടിക്ക്? എടുക്കൂലോ, നമ്മൾ എടുക്കൂലോ. സിനിമയിൽ എടുക്കുവാണല്ലോ അങ്ങോട്ടേക്ക് നമ്മള്. അതായത് മീനിക്കുട്ടി ഇപ്പൊ മോളായിട്ടാണ് അഭിനയിക്കുന്നത്. ഒരിക്കലും നമ്മൾ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള സത്യം പറയരുത്. അതെ, അത് സത്യം പറയച്ചില്ല. ഓക്കെ, ഇതില് കഥാപാത്രമായിട്ട് വേണം അഭിനയിക്കാൻ. എന്ന് വെച്ചാൽ അതില് കീരിക്കാടൻ ജോസ് എന്ന് പറയുന്ന ആളാണ് അച്ഛൻ, കുട്ടീന്റെ അച്ഛൻ. അച്ഛൻ എന്തിനാ എന്നെ വിട്ടിട്ട് പോയത്? അച്ഛൻ വിട്ടിട്ട് പോയതാ, ഞാൻ തിരിച്ചു വന്നു. മീനുക്കുട്ടി തിരിച്ചു വന്നു. സിനിമയാണെന്നുള്ള കാര്യം, ആക്ടിങ് ആണെന്നുള്ള കാര്യം അവരുടെ അടുത്ത് പോലും അറിയിക്കില്ല. ഓക്കെ, ഇത് കഴിഞ്ഞ നല്ലൊരു എമൗണ്ട് തരും, പൈസയും കിട്ടും, മീനുക്കുട്ടിക്ക് കളിപ്പാട്ടങ്ങളെല്ലാം കിട്ടും, ഐസ്ക്രീമും കിട്ടും, ചോക്ലേറ്റ് ഞാൻ തരൂ. ചോക്ലേറ്റ് വന്നല്ലോ. നിങ്ങള് മൂന്നുപേരും കൂടെ നിക്കുന്നതാണോ സിറ്റുവേഷൻ? സിറ്റുവേഷനാ ഇതെവിടുന്ന സൗണ്ട് കേൾക്കണേ? മോനാ? ഏത് മീനുട്ടി? ആരാ മോള്? ഇതൊക്കെ നീ നോക്കിക്കൊണ്ടുവന്ന് നമുക്കറിയില്ല, മുതുക്കി വെച്ച് കണ്ട എന്റെ അച്ഛനെ കൊണ്ടുവന്നു. മോളുടെ അമ്മ ഫുൾ നെയിം പറഞ്ഞേ. ആരാ പറഞ്ഞു ഡാഡി? ഈ ചേട്ടന്മാരാണോ പറഞ്ഞേ? നമ്മള് പറഞ്ഞു ഇല്ലല്ലോ മീനിക്കുട്ടി. അതെല്ലാം പോട്ടെ, മോളുടെ മമ്മി ആരാ? മോളോട് ആരാ പറഞ്ഞു ഇതാണ് മോളുടെ ഡാഡി എന്ന്? മീനുട്ടിക്ക് എത്ര വയസ്സായി? അല്ല, ഇത്രയും നാളും ഇല്ലാത്ത മോള് എവിടുന്നാ വരുന്നത്? അതുകൊണ്ട് തന്നെ നാല് വർഷമായിട്ട് ഈ തെണ്ടികൾ എനിക്ക് ഒരു ഗർഭിണിനെ തന്ന് ഒരു കൊച്ചിനെ തന്നു. വേണ്ടേ? ഒരുമാതിരി ഫ്രീ ആയിട്ട് കപ്പ എനിക്ക് വേണ്ട കേട്ടോ. നമ്മളൊന്നും ചെയ്തില്ല. എടാ മന്ദാരം, നീ വന്നപ്പോ ഈ കൊച്ചിനെ കൊണ്ടത് ഈ യാസ്മിന്റെ കൊച്ചാണോടോ? സത്യം പറടാ. അല്ല, ഇത് കീരിസേട്ടിന്റെ. എന്റെ ചായ തോന്നുന്നുണ്ടോ നിനക്ക്? അതെ, അറിയാൻ പാടില്ലട്ടത്. മീനുട്ടിയുടെ മമ്മിയുടെ പേരെന്താ? അത് അല്ല, മമ്മിക്കൊരു പേരുണ്ടാവുമല്ലോ. മൂക്കിയറിഞ്ഞ് പറ മീനുട്ടി പറ. എന്നെ പറത്തോ ശശിക്ക്? അല്ല, മീനുട്ടി ഇത്രയും കാലം എവിടെ ആയിരുന്നു? ആരാ ഈ സിറ്റിയിൽ കൊണ്ടുവിട്ട? മോളുടെ കാര്യം ഈ ഡാഡിക്ക് അറിയില്ല. വേണമെങ്കിൽ ഒരു DNA ടെസ്റ്റ് നടത്താം. നടത്താലോ, നടത്താം. ഈ പറഞ്ഞോണ്ട് വന്നവന്മാരെ ആദ്യം വിളിക്കും. പാടാ ഇങ്ങോട്ട്. DNA ടെസ്റ്റ് നടത്തണം. പക്ഷെ നീ ഒക്കെ കൊടുക്കണ്ട, അത് റാഷ് കൊടുക്കട്ടെ. ഈ കുട്ടിയുടെ മാവനായിട്ട് നമ്മൾ കൂടെ കാണും. അത് സഹായിക്കോ? അതിനെന്താ പ്രശ്നം? ടെസ്റ്റ് എങ്ങനെ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ റാഷയും ഗീരിസായിട്ട് ഏറ്റെടുക്കണം. പറ്റോ? അതെ, പറ്റോ. നമ്മളെന്തിനാ ഏറ്റെടുക്കണം? റാഷ ഏറ്റെടുക്കണം രണ്ടാമത്തെ കാര്യം. ഞാനെന്തിനാ ഏറ്റെടുക്കണം? ഗിരിസേട്ട് ഏറ്റെടുക്കണമല്ലോ. ഗിരിസേട്ടിന്റെ മോളല്ലേ. DNA ടെസ്റ്റ് എന്തായാലും എസ് എന്നേ വരത്തുള്ളൂ. DNA ടെസ്റ്റ് എസ് എന്നേ വരത്തുള്ളൂ ഗിരിസേട്ട്. അത് 100%. നിനക്ക് തോന്നുന്നുണ്ടോ ഇതെന്റെ കൊച്ചാണെന്ന്? ഉറപ്പായിട്ടും. DNA ടെസ്റ്റ് ചെയ്യാൻ അതെ. കിട്ടില്ല അഭിനയം. മീനുട്ടി എവിടെ നിന്ന് അഭിനയം കൊടുത്തത്?
കുട്ടി അടുത്ത KGF റോക്കി ബൈറ്റിന്റെ റോക്കി ബൈനെ മോളായിട്ട് നമ്മള് വിളിക്കാം കേട്ടോ. മീനുക്കുട്ടി അവിടെ പോയി പറ, എനിക്ക് എന്നെ വേണ്ടാത്ത അച്ഛൻ എനിക്ക് വേണ്ട, ഇനി എനിക്ക് എന്റെ മാമന്മാര് നോക്കിക്കോളൂ. അച്ഛൻ ഇനി ആരെ കെട്ടിയാലും അവള് മുടിഞ്ഞു പോകുന്നു. അച്ഛൻ ആരും ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഇനി അവള് മുടിഞ്ഞു പോകുന്നു കൂടി പറഞ്ഞിട്ട് മീനുട്ടിനെ വേണ്ടാത്ത ഡാഡിനെ മീനുട്ടിക്ക് വേണ്ട. അത്രേ ഉള്ളു. ഡാഡി ഏത് പെണ്ണിനെ കിട്ടിയാലും ആ പെണ്ണ് മുടിച്ചു പോകും. അയ്യോ എനിക്കറിയാം അത്ര ശീലായി. അത്ര ശീലായി. മാമന്മാരുണ്ട്. എന്നാ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അല്ല എനിക്കൊരു കാര്യം പറയാനുണ്ട്. അല്ലല്ല എനിക്കൊരു കാര്യം തിരിച്ചു പറയാനുണ്ട്. അതേപോലെ അതും കൂടെ കേൾക്കണം. ആ ഒറ്റ കാര്യമുള്ളൂ, അതും കൂടെ കേൾക്കണം. ഞാനൊന്ന് ഇവിടെ നിന്ന് മാറിയപ്പോ മീനൂട്ടിനെ കൊണ്ട് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നവന്മാർക്ക് പെണ്ണ് കിട്ടരുതേ. അയ്യോ ആമീൻ. അത്രേ ഉള്ളു കൊണ്ടുവന്നവരല്ലോ. പ്രശാപത്തിന്റെ അത്ര കുട്ടിക്ക് ഇത്ര ഫീൽ ആയിട്ട് മീനുട്ടി ഇത് ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനുട്ടി ഇതാ ആ കടലിൽ ചാടി ചാവും. എന്റെ ഡാഡിന്റെ പേര് ഡാഡി കെട്ടുന്ന പെമ്പിളരെല്ലാം മുടിഞ്ഞു പോകും. മമ്മരുണ്ടല്ലോ മീനുട്ടി. പിള്ളേരല്ല കൊച്ചിനെ അറിയാം. അതെ തിരിച്ചിട്ട് ഇതിനാണ് ഇതിന്റെ ആരോ നീയൊക്കെ വിളിച്ചിട്ട് വന്നേ. മീനുട്ടി നന്നായിട്ട് അഭിനയിച്ചാ. ഇതാണ് അഭിനയം. ഇടി പറ മീനുട്ടി ഐഡി പറ. കിട്ടിയാ മീനുകുട്ടിക്ക് ചോക്ലേറ്റ് അടിക്കാനുള്ള പൈസ 1 കോടി രൂപ ചോക്ലേറ്റ് മേടിച്ചേക്കും. അതെ എന്തും പഠിക്കാം. ലാവിശായിരിക്കും. ഇത് KGF 2 റോക്കി ബൈന്റെ മോളായിട്ട് അടുത്ത് നമ്മൾ വിളിക്കുമ്പോ വന്നാ മതി. ഇതുപോലെ അഭിനയിച്ച് അച്ഛനായിട്ട് പോലെ നമ്മളങ്ങനത്തെ അങ്ങനല്ല. അതെ ഞാനൊരു ബക്കറ്റ് വെള്ളം എടുത്ത് തരട്ടെ. എടാ നിനക്കൊക്കെ എവിടുന്ന് കിട്ടിയത് ഈ കൊച്ചിനാ? എടാ ഇത് യാസിന്റെ കുട്ടിയല്ലടാ, സത്യം പറ നിന്റെ അല്ലടാ അത്. മാമന്മാരുടെ തല കെട്ടിവെക്കാൻ നോക്കണ്ട. മിനിറ്റ് പൊക്കോളാം. മീനുട്ടി ഞാനല്ല എന്താ ഇതിന് ഉത്തരവാദി, മനസ്സിലായി? നമ്മള് ചോദിച്ചപ്പോ അതൊക്കെ പറഞ്ഞു. മീനുട്ടീനെ അനാഥാലയത്തിൽ കൊണ്ട് കഴിഞ്ഞപ്പോ മീനുട്ടി മുഖം നന്നായിട്ട് കണ്ടതാ. 2 വയസ്സിലാ? ഇപ്പത്തെ പിള്ളേർക്ക് തിരിച്ചറിയുന്നല്ലേ. അവിടുത്തെ സിസ്റ്റർ മീനുട്ടീനെ കാണിച്ചു തന്നു. ആ സിസ്റ്ററിനൊന്ന് എനിക്ക് കാണിച്ചു തരാമോ? സിസ്റ്റർ മരിച്ചുപോയി. പള്ളി കൊന്നായിരിക്കും ആരെങ്കിലും. മീനുട്ടി സത്യം പറ. ആ ചേട്ടന്മാര് പറഞ്ഞു പറയിപ്പിച്ചല്ലേ? സത്യം പറ. ചേച്ചിയോട് പറ പ്ലീസ്. ചേച്ചിയുടെ ജീവിതമാണ് പറ. ചേച്ചിന്റെ ജീവിതം മെച്ചപ്പെടണം. ചേച്ചി പൊക്കോ, അതാ നല്ലത്. വെറുതെ എന്തിനാ തലച്ച് കൊടുത്ത് രക്ഷിക്കാനല്ലേ മീനുട്ടി വന്നത്. മോളെ മോക്ക് എത്ര തരുമെന്ന് പറഞ്ഞു ഡാഡിന്ന് പറഞ്ഞ? എത്ര തരുന്ന? മീനുകുട്ടിക്ക് ചോക്ലേറ്റ് അടിക്കാം. എടാ ഇത് 5 വയസ്സ് 3 വയസ്സാണെങ്കിലും 30 വയസ്സിന്റെ ബുദ്ധിയാണ്. അച്ഛനെ നാളെ കാണിച്ചു തരും. ഓക്കെ ഇപ്പൊ സ്കൂളിൽ കൊണ്ടുവിടാം. ബാ എന്തെങ്കിലും ചെയ്യാൻ പാലെടുത്ത് ഇറക്കിയാലോ? പറ്റിക്കാൻ നോക്കിയതല്ല മോളെ, പഠിക്കണ്ടേ? പാലൊന്ന് ഉറങ്ങുമോ? മോളെ മാമന്മാരെന്തേ? മാമന്മാര് ഇവിടെ കൊണ്ടുവന്ന മാമന്മാരെ ഏൽപ്പിക്കും. മാമന്മാരെ ഏൽപ്പിക്കും. എന്തേലും ഐഡിയ ഉണ്ടോ തലയില്? എന്ത് ഐഡിയ ആണ് മീനുട്ടിയുടെ തലയിൽ? എന്ത് ഐഡിയ? ശരി എന്ത് ഐഡിയ ആണ് പറഞ്ഞു? ഇതേപോലെ പൈസ കൊടുത്താ പോവായിരുന്നു. കണ്ടോ അവൻ പൈസ കൊടുത്താ പോയി. അത് തോന്നുന്നത് എന്തുകൊണ്ട്?
പാമ്പിന്റെ ചെവിയാണല്ലോ ദൈവമേ. മോളല്ലാത്തോണ്ട് മനസ്സിലായോ? മോളാണെങ്കി ഇപ്പം സ്വന്തം മോളാണെങ്കി അങ്ങനെയൊക്കെ പറയോ? ഇല്ലല്ലോ. സ്വന്തം മോളായത് സ്വന്തം മോളാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ഞാൻ പറയത്തില്ല, പറയത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. മീനുട്ടി പറയട്ടെ, ഇപ്പൊ ചേച്ചിനെ കല്യാണം കഴിക്കണം. അപ്പൊ മീനുട്ടി ഒരു അധികപ്പെട്ടാണ്. അപ്പൊ ഒരിക്കലും എനിക്ക് ഒരിക്കലില്ല, ഒരിക്കലില്ല. അങ്ങനെ നമ്മള് തീരുമാനിച്ചിട്ട് പോലും ഇല്ല. 3 വയസ്സായി. ഈ ഇപ്പം മോളെടുത്ത് ഇതാണ് മോളുടെ അച്ഛൻ എന്നെങ്ങനെ മനസ്സിലായി മോക്ക്? ആര് പറഞ്ഞു? ചേച്ചി, ഈ ഡാഡി മീനുട്ടിനെ അനാഥാലയത്തിൽ കൊണ്ട് കളഞ്ഞു. അപ്പൊ അവിടെ എത്രാമത്തെ വയസ്സില്? അത് മീനുട്ടി കാണുന്നില്ല. അപ്പൊ 3 വയസ്സായതിനെ എത്രാമത്തെ വയസ്സിൽ കൊണ്ടുവിട്ടെന്ന് എനിക്ക് അറിയണം, പറ. അത് അവിടുത്തെ സിസ്റ്റർക്ക് അറിയത്തുള്ളൂ. ആ സിസ്റ്ററിനെ വിളി. സിസ്റ്റർ മരിച്ചു പോയെന്ന്. സിസ്റ്റർ മരിച്ചു. അപ്പൊ സിസ്റ്റർ മീനുട്ടിനെ വീഡിയോ കാണിച്ചു തന്നു. ഞാനൊരു കാര്യം പറയട്ടെ, പണ്ട് വാസവണ്ണനും ചന്ദ്രനും ഒരു അനാഥാലയത്തിലായിരുന്നു. ശരിയാ. അങ്ങനെ നോക്കി വന്ന ആൾക്കാർ, കാരണം എനിക്ക് വേറെ തമിഴ്നാട്ടിൽ വേറെ കുടുംബമുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് ഫാമിലി ഉണ്ട് തമിഴ്നാട്ടിൽ. കുടുംബം മീൻസ് ഫാമിലി, അച്ഛനമ്മ എന്നാ ഉദ്ദേശിച്ചതില്ല. എനിക്ക് ചെന്ന് വന്നത് അവർ രണ്ടുപേരുമാണ്, പിന്നെ ജോക്കി. ഒരു കണക്ഷൻ ഉള്ളത് അവരുമായിട്ടാണ്. സോ അച്ഛനെന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് വാസവൻ തന്നെയാണ്, മനസ്സിലായി? കീരിയെന്ന് മാത്രമായിരിക്കും പറഞ്ഞത്, കീരിന്നായിരിക്കത്തില്ല പറഞ്ഞത്. ചിലപ്പോൾ വാസവണ്ണന്റെ അടുത്ത് പോകാനുള്ള ഒരു വഴി കീരിയാണ് എന്നായിരിക്കും ചിലപ്പോൾ പറഞ്ഞത്, മനസ്സിലായില്ലേ? അമ്മയായിട്ട് ഇപ്പൊ 2-3 പേരുണ്ട്, അതിൽ ആരെ വേണമെന്ന് മോള് തന്നെ സെലക്ട് ചെയ്തത്. ഏലിയാണ് കറന്റ്ലി ഉള്ളത്, അത് മോള് എങ്ങനെയാന്ന് വെച്ചാൽ സെലക്ട് ചെയ്തത്. അച്ഛൻ ഇവിടുത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഗ്യാങ്ങിലെ വലിയ ലീഡറാണ്. വല്ലപ്പുഴ വഴത്തുള്ള നാളെ. അത് മമ്മിക്ക് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ, ഡാഡിക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഡാഡി ഒന്നേ ഉള്ളൂ, മമ്മി ഡാഡി മാറ്റുന്നതനുസരിച്ച് മാറും. അതെനിക്ക് അറിഞ്ഞൂടാ, ഡാഡിയുടെ തന്നെ ചോദിക്കണം. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മോളുടെ മാമന്മാര് ഇപ്പം ഇങ്ങേരുടെ തലയിൽ കയറ്റി വെക്കാൻ നോക്കിയില്ലേ? അതാണ് മനസ്സിലായോ? മോളൊന്ന് ആലോചിക്കെ, മോളിങ്ങനെ ഇല്ലാത്ത ഒരു പാരന്റിന്റെ അവകാശം പറഞ്ഞു വന്നാ ഈ പുള്ളിക്ക് എന്തോരം വിഷമമുണ്ടാവും. പുള്ളിക്ക് ഇനി പെണ്ണൊക്കെ സെറ്റായി നല്ല രീതിക്കൊക്കെ ജീവിക്കാനുള്ളതല്ലേ. അപ്പൊ മോൾ ഇങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞാ ഇപ്പം ആ പുള്ളിക്ക് എന്തോരം വിഷമം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്ക്. എന്തിനാ ഞാൻ വേറൊരാളെ ചതിച്ചിട്ട് പോയെന്നുള്ള രീതിയിലല്ലേ പറയത്തുള്ളൂ, അല്ലെ വിചാരിക്കത്തുള്ളൂ. ആ വരുന്ന കൊച്ചു അല്ലേ? ചേച്ചിന്റെ ഇടയ്ക്കല്ലല്ലോ, ഞാൻ മാറ്റി നിർത്തി സംസാരിച്ചപ്പോൾ ഇത് തന്നെയല്ലേ പറഞ്ഞത്? മോളി സിറ്റിയിൽ വന്നു കഴിഞ്ഞാ എന്താ ചെയ്യുന്നേ? മോളെ നോക്കി ആദ്യം വരുന്നേ, ആരുടെ ആദ്യം സംസാരിക്കുന്നേ? അതൊന്ന് പറഞ്ഞേ, അത് മാത്രം ഒന്ന് പറയാം. ആദ്യം സിറ്റിയിൽ വെച്ചിട്ട് ആരുടെ ആദ്യം കൂടുതൽ സംസാരിക്കുന്നു? ആര് പറഞ്ഞിട്ടാ പരാതി കൊടുത്തേ? ഫോണൊക്കെ ഉണ്ടല്ലോ, ഫോൺ ആരാ വാങ്ങിച്ചെന്നേ? ആ ഈ സിസ്റ്ററിനെ ആദ്യം കണ്ടുപിടിക്കണം. വാങ്ങിച്ചു നോക്കിയേ. ഫോൺ തന്നെ. ആരൊക്കെ നമ്പർ സേവ് അച്ഛന് മോളെ ഫോൺ നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളല്ലേ മോളോട് ആദ്യം ഫോൺ ചോദിച്ചേ, അപ്പൊ മോൾ ആദ്യം അല്ല എനിക്ക് തരണ്ട റാഫിക്ക് എനിക്കിതാ അതെന്താ തരാത്തെ? മോളെ എന്താ മോളെ മീനുട്ടിയുടെ ഫോൺ എന്തെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ്. അൽഫീന ജോൺ, ചന്ദ്രൻ സർ, ആപ്സ്റ്റർ, ഉഴുമകിയോ, ദാവീദ് സത്താറ്, ഡെയ്സി, ഏലിക്കുട്ടി, അമ്മയുടെ നമ്പർ ഉണ്ട് കയ്യിൽ. ഇടിവെട്ട് സുനി, ജിഹായി, കണാരൻ, കാത്തുപെണ്ണ്, കാവ്യ, കൊച്ചപ്പൻ,
മാട്രിക്സ്, നിക്കി, നോക്സ്, പൊളപ്പൻ, റോസ്മേരി, റോയി, പുത്തൻ വീട്ടിൽ, ഷാജി പപ്പൻ, ശശികുക്ക്, സാവു ശശികൊക്കെ എനിക്ക് നമ്പർ പോലും തന്നിട്ടില്ല ഇതുവരെ. തെക്കിന്റെ തേവര്, വാര്യർ, ഇത്രയും പേരുണ്ട് ഇതിൽ. ഇതൊക്കെ മീനുട്ടിനെ കാണുമ്പോ മീനുട്ടിക്ക് പാപ്പ മീനെ ചോദിച്ചാൽ എനിക്ക് നമ്പർ തന്നതാ. ഇത്രയും പേരോ? സിറ്റിയിലുള്ള എല്ലാവരുടെ പേരും നമ്പർ മാറ്റി വെച്ചിട്ട് പാപ്പ ചോദിക്കാൻ പിരിവോ? പിന്നെ എലിച്ചേച്ചി സ്കൂളിൽ ചേർക്കാൻ വേണ്ടി വന്നായിരുന്നു. സ്കൂളിൽ ചേർക്കുമല്ലോ, അത് സ്വാഭാവികം. സിറ്റി വളരെ ഉണ്ടല്ലോ കോണ്ടാക്റ്റില്. ശരിയാണ്. ആ മീനുട്ടി രാത്രിയായി. മീനുട്ടിനെ ആരാണ് കൊണ്ടുപോകുന്നത്? അവരുടെ അടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞൊന്ന് വിളിച്ച്. അതെ, 3 മാമാരെ വിളിച്ചേ. രാത്രിയായി, ഇരുട്ടത്ത് ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നിക്കണ്ട. മോളെ ഇന്ന് ഉറക്കിക്കൊണ്ടിരുന്ന ആരായിരുന്നു? കണ്ടോ അച്ഛന് വിഷമായി. നോക്ക്, അച്ഛൻ കടലിൽ ചാടാൻ പോവാ. എങ്ങനെയൊക്കെ ചെയ്യാവോ? മീനുട്ടി ഐസ്ക്രീം വാങ്ങി തന്ന സത്യം പറയാ, ആരാണ് പറഞ്ഞു വിട്ടതിൽ പറഞ്ഞിങ്ങോട്ട് വിട്ടത്? കൊണ്ടുവെക്ക ആരാഷം വന്ന് എന്റെ ഫ്രണ്ടിൽ കൂടെ നടക്കില്ല, ഞാൻ വേണമെങ്കിൽ തട്ടി വീഴും. ഓടറിയോ? അയ്യോ, ഇതെന്റെ ഡാഡി അല്ല. ഞാൻ ഡാഡി അല്ല, ഡാഡിയാണ്. എന്താ മീനുട്ടീനെ സിനിമയിലെടുത്തു. കൊക്കറിഞ്ഞോ? എന്തോ ഡാഡി മോളുടെ സിനിമ. എന്നിട്ട് അത് ആ എനിക്കെന്നെ മാമിനെ ഡാഡിന്ന് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു. നീയോ ഇതിന്റെ കൂടെ നിക്ക്. എനിക്ക് അറിയാവുന്ന ചാച്ചൻ വന്നല്ലോ മീനുട്ടി. നീയൊക്കെ അല്ലടാ പറഞ്ഞു കൊടുത്തു ഈ കൊച്ചിന് വേണ്ടാത്തത്. നീ എവിടെ നോക്കിട്ടാ പറഞ്ഞ ചേട്ടനെ പോലെ ഇരിക്കുന്നു? ചവിട്ടിക്കൊന്നാട്ടല്ലോ. കീരിത്തന്റെ മോള്. ഏത് മോള്? എന്റെ മോളൊന്നും അല്ല. ആരംഗീകരിക്കും? ആരെങ്കിലും ആണെങ്കിലല്ലേ അംഗീകരിക്കാൻ പറ്റുള്ളൂ. അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പിള്ളശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിരീടൻ പറയാണ്ടിരിക്കാൻ വയ്യ. ഞാൻ ഒരു കാര്യം പറയട്ടെ കിരീടത്തി, തലയില് നിന്റെ കൊച്ചാണോ ഇത്? ആണ് കൊച്ചാണ്. വെറുതെ പറയണേ. അല്ല, ഇത് കിരീടന്റെ കൊച്ചാണ്. ഡാഡി കണ്ട എല്ലാരും ഡാഡിന്ന് വിളിക്കാൻ ശരിയാവത്തില്ല. എന്നെ വേറെ അമ്മ ഇവിടെ, മീനുട്ടി അമ്മ ഇവിടെ. എന്താ ഉദ്ദേശം? സിനിമയിൽ ക്യാമറ ഒന്നും കണ്ടില്ലല്ലോ എന്നിട്ട് മാമൻ. അല്ല, ഞാനൊന്നുമല്ല, നീയാണ്. ഡാഡിനെ പെട്ടെന്താ കീറിയാ? ചില്ലടച്ചിട്ടേക്കോ, മുഖത്ത് നോക്കുന്നില്ലല്ലോ മീനോട്ടി. കേട്ടൂടാ, ഒട്ടും കേട്ടൂടാ. ഡോറ് തന്നെ തുറക്കുന്ന. എങ്ങനെ
ഇവിടെ സൗണ്ട് കേൾക്കുന്നേ. ആ ഓക്കെ. ഇങ്ങനെ പറയാൻ തോന്നുന്നു. മുഖത്ത് നോക്കില്ല, ഞാൻ നേരെ നോക്കണേ. ഞാൻ മൊത്തം കുനിഞ്ഞു നോക്കാം. കീരി ഡാഡി. എടാ വിളിച്ചോണ്ട് പോടാ തമ്പി കൈലി കൊച്ചേ. ഡാഡി, മൈ ഡാഡി. ചുപ്പ് ചുപ്പ് ഡാഡി. ഞാൻ പോട്ടെ. ബൈ ബൈ. ഡാഡി, മൈ ഡാഡി. ഈ ചുപ്പ് ചുപ്പ് ഡാഡി. ഡാഡി. ചൂടിനായി തരകി ഉറക്കമുണർത്തുമിൻ. മിനുട്ടിക്ക് അച്ഛനെയാണെനിക്കിഷ്ടം. ഇത്ര നേരം അവിടെ ദൂരെ നിന്നിട്ട് കീരിമാമനല്ലേ ആ നിക്കണെന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്തൊന്ന് അച്ഛന്റെ പാട്ട് പറഞ്ഞേ. അപ്പൊ കേട്ടോ ഒന്ന് കരയുമ്പോ അറിയാതെ ഉരുകുമിൻ അച്ഛനെയാണ് മിനുട്ടിക്കിഷ്ടം. കീരിയച്ഛൻ പോയിട്ട് വരാട്ടാ. കീരി അച്ഛനാശു. മിനുട്ടി ഒരു കാര്യം പറയട്ടെ. ആ പറ. മിനുട്ടി ഇപ്പൊ കീരിമാമനെ കാണുമ്പോ മുങ്ങി നടക്കുക. എന്തുപറ്റി? അല്ല, മിനുട്ടി അഭിനയിച്ചതാന്ന് കീരിമാമൻ അറിയില്ലല്ലോ. ഓ ശരിയാ. മിനുട്ടിനെ പിടിച്ച് ആശുപത്രിയിലെല്ലാം കൊണ്ടുപോയി എന്ത് ചെയ്യും? അത് കുഴപ്പമില്ല, ഹോസ്പിറ്റലിലുള്ള ആൾക്കാരൊക്കെ നമുക്കറിയാവുന്നവരാ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും മിനുട്ടി മുങ്ങി നടക്കുക ഇപ്പൊ. എന്റെ പൊന്നോ. ഇനി അടുത്ത സിനിമ എപ്പോഴാ? അടുത്ത സിനിമ നമുക്ക് ഇന്ന് തന്നെ പുതിയൊരു സിനിമ എടുക്കാം. ഇന്ന് തന്നെ ഇപ്രാവശ്യം മീനുട്ടിക്ക് 10 ഐക്കിനെയും കൂടുതൽ തന്നെ. ആ മീനൂട്ടി ഇങ്ങോട്ട് വന്നേ. മീനൂട്ടി എന്തോ? ആ റാഷ എന്ന് പറയുന്ന കുട്ടി വല്ലതും പറഞ്ഞാന്ന് മീനൂട്ടിനോട്. ഇല്ല. നീ ഏതാന്ന് അങ്ങനെ വല്ലോ ചോദിച്ചാ? ആ ചേച്ചി മീനുട്ടീനെ പിടിച്ച് കുറേ ചോദ്യം ചെയ്തു. അതൊക്കെ സിനിമയുടെ ഒരു ഭാഗമല്ലേ? ഇത് മീനുട്ടി നന്നായിട്ട് അഭിനയിച്ചില്ലേ? ഓ, പിന്നെ? നാൽപ്പമാമ പറഞ്ഞ പോലെ തന്നെ മീനുട്ടി വിട്ടുകൊടുത്തില്ല. അവസാനം അവര് തോറ്റിട്ട് പോയി. സാധാരണ മീനുട്ടീനെ കണ്ട എല്ലാരും ഇങ്ങോട്ട് ഓടി വന്ന് മിണ്ടുക ചെയ്യാം. ഇപ്പൊ സിനിമയിൽ അഭിനയിച്ച പിന്നെ മീനുട്ടീനെ പേടിച്ചപ്പോ എല്ലാരും ഓടാൻ തുടങ്ങി. അത് ഫാൻ ബേസ് ആയിട്ടോ. അല്ല ഇപ്പൊ ഫാൻ ബേസ് ആയ ചിലപ്പോ അയ്യോ മീനുക്കുട്ടി മറ്റേ ഇതാണല്ലോ എന്ന് വെച്ചാ സിനിമാ നടിയാണല്ലോ മീനുട്ടി. അപ്പൊ ഇങ്ങനെ ആൾക്കാര് വരുമ്പോ മറ്റേ ക്യാമറയൊക്കെ ആയിട്ട് ആൾക്കാര് നിക്കണ്ടാവും. അപ്പൊ അവർക്ക് ക്യാമറയുടെ മുമ്പിൽ ഫേസ് ചെയ്യാൻ പേടിയായിരിക്കും. മനസ്സിലായില്ലേ? ആണോ? അതുകൊണ്ടാ? ഓ അതുകൊണ്ടായിരിക്കും. അപ്പൊ മീനുട്ടിക്ക് ബോഡി ഗാർഡൊക്കെ വെക്കണ്ടേ? ബോഡി ഗാർഡിനൊക്കെ അപ്പൊ ബോഡി ഗാർഡിന്റെ പൈസ ആര് കൊടുക്കും? ഇടത്തും വേണം വലത്തും വേണം. നമുക്ക് ബോഡി ഗാർഡ് നമുക്ക് സെറ്റ് ചെയ്യാതെ. ബോഡി ഗാർഡൊക്കെ നമുക്കുണ്ടല്ലോ. ബോഡി ഗാർഡൊക്കെ ഉണ്ട്. ആരും അങ്ങനെ അതുകൊണ്ടല്ലേ വരാത്തത് മെയിനായിട്ട്. ഇപ്പോഴും ഷൂട്ടിംഗ് ആണോ? ആ ഇപ്പൊ തിരിച്ചിട്ട് വന്നതിനെ ബാക്കി ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. എപ്പോഴായാലും ഇപ്പൊ പെട്ടെന്നൊക്കെ തിരിച്ചിട്ട് ഇവിടെ ഫോണായാലോ. ഇപ്പൊ എപ്പോഴും ഷൂട്ടിങ് ക്യാമറ ഓൺ ആയിട്ട് ഇരിക്കണ്ടേ? നമ്മൾ മറ്റേ സിനിമ പോലെയല്ലേ. നമ്മളിങ്ങനെ ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കലല്ലേ. ഇപ്പൊ മീനൂട്ടിനെ നമ്മൾ പഠിപ്പിച്ചില്ലല്ലോ. നമുക്ക് അങ്ങനത്തെ ആക്ടേഴ്സിനാണ് വേണ്ടത്. അതെ കാര്യം ഞാൻ സ്ട്രേറ്റ് പറഞ്ഞേക്കാം. കമ്മീഷണർ പരിപാടി വല്ലതും ആണെങ്കിൽ പാർട്ണർഷിപ്പിനാണെങ്കിൽ നിന്നാ മതി. ഇല്ലെങ്കിൽ ഞാൻ മൊത്തം കൊളവാക്കും കേട്ടാ. ബ്രോ ആ പറഞ്ഞു മീനടിക്ക് എത്ര രൂപ കൊടുക്കാം? കണ്ടോളാം കേട്ടാ. ബിസിനസ് പാർട്ട്ണറോ? മീനൂട്ടിക്ക് എന്തൊരു ബിസിനസ് ഉണ്ട്? കള്ളത്തരം പറയരുത്. സംഭവം എന്താ ഇവിടെ? സൈബേടാ നിന്റെ അടുത്ത് കാശുമല്ലെന്ന് ചോദിച്ചാ അവള്? ആരില്ല. ഇല്ലല്ലോ. ഇല്ല. സംഭവം ഡാഡി ആവോന്ന് ചോദിച്ചാ? എന്ത് ഡാഡി ആവോന്ന് ചോദിച്ചാ? ഇല്ല. ആ ചിലപ്പോ വേറെ പല ഡീലുകളായിട്ട് വരും കേട്ടോ. ഐസ്ക്രീം മേടിച്ചു തന്നു കഴിഞ്ഞാൽ പെണ്ണ് സെറ്റാക്കി തരാം, ജോലി ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് വരും കേട്ടോ. അതൊന്നും മൈൻഡ് ചെയ്യരുത്. ഓക്കെ
ഓപ്പോസിറ്റ് അവള് വരും ചിലപ്പോ. പാവേച്ചി അറിഞ്ഞ മീനുട്ടിനെ തൂക്കിയെടുത്ത് വെള്ളത്തിയിടും. ആ കാവേച്ചി അറിയത്തില്ലല്ലോ. മീനുട്ടി എന്തായി? കീരിച്ചേട്ട് വല്ല വന്നു. മീനുട്ടി അടിപൊളി ഒരു പാട്ടൊക്കെ പാടിക്കൊടുത്തു. ഡാഡി മൈ ഡാഡി ചുപ്പ ചുപ്പ ഡാഡി ഡാഡി മൈ ഡാഡി ഈ ചുപ്പ ചുപ്പ ഡാഡി. എന്നിട്ടും ഡാഡി തിരിഞ്ഞു നോക്കിയില്ല. ഇവിടെ കീരിച്ചൻ മീനുട്ടി പാട്ടൊക്കെ പാടും, ഡാൻസ് ഒക്കെ കളിക്കും. നമുക്കറിയാം. കീരിമാമനെ വട്ടാന്ന് പറഞ്ഞു. തീരുമാനം ചെറിയൊരു തലയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. മോള് വേണ്ടി നോക്കണ്ട. മാമൻ എന്തെങ്കിലും മണ്ടത്തരമൊക്കെ പറയുമ്പോഴേ മീനുട്ടിക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. എന്തിനോക്കാം മോളെന്തിനാ വിഷമിക്കുന്നേ? അതോ ഏത് മാമന് വട്ടായന്? അതെന്താണോ ഈ ടൈപ്പ് മാമി മീനുകുട്ടി സിനിമയെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ മീനുകുട്ടി? ഒരിക്കലും നമ്മള് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള സത്യം പറയരുത്. കീരിക്കാടൻ ജോസ് എന്ന് പറയും. കിരിക്കാടൻ ജോസ് എന്ന് പറയുന്ന ആളാണ്. ഓ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് കിരീസേട്ടന് തോന്നിയിട്ടില്ല. കാരണം പുള്ളിക്ക് വട്ടല്ലേ, പുള്ളിക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലല്ലോ. അപ്പൊ മീനുട്ടിക്ക് ഇപ്പൊ കീരിമാമിനെ ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നു. എന്തിന്? പാവല്ലേ കീരിമാമി? അല്ല രാസ ചേച്ചിയാണോ? ആ ഇതെന്താ റോസാപ്പൂക്കെ പിടിച്ചിട്ട്? ചേച്ചി ഒന്ന് വരുമോ? വരാലോ. ഇതെന്താ റോസാപ്പൂക്കെ പിടിച്ച് എങ്ങോട്ട് പോവാ? ചേച്ചി ഈ റോസ് ചേച്ചിക്ക് തരാൻ ഒരു മാമ തന്നതാ. എനിക്ക് തരാനോ? ആരാ ആരാ? അതൊക്കെ സീക്രട്ടാ. ആളുടെ പേരെന്തുവാ? മീനുട്ടി വരിയെ പറയാം. ഓക്കേ, ഇപ്പൊ ഈ റോസ് മേടിക്കോ? മേടിക്കാം മേടിക്കാം മേടിക്കാം. മാമന് ചേച്ചീനെ ഭയങ്കര ഇഷ്ടാ. ഏത് മാമനാ ചേച്ചീനെ ഇഷ്ടം? അതൊക്കെ മീനുട്ടി പറയാവേ. കുറച്ച് ദിവസം കഴിയുമ്പോ പറയാവേ. കുറച്ച് ദിവസം കഴിയോ? ഷോ മാമിക്ക് അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ചേച്ചി മീനുട്ടി പറയാം. പിന്നെ ഈ ക്യാമ്പില് വേറെ ഏതെങ്കിലും മാമൻ ഞാനാ മീനുട്ടിന്റെ കയ്യില് പോകെടുത്തിട്ട് എന്നൊക്കെ വന്ന് പറഞ്ഞ വിശ്വസിക്കുന്നില്ല. ഇല്ല 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 ഇല്ല, ഞാൻ മീനൂട്ടിയാണ് ആ ആളെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. ഈ മാമന്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് കേല് വല്ലതും ആണോ? അമ്പടിക്കല്ല് ചേച്ചി. അവസാനിക്കുന്നത് ഈലാണോ? അതിന് പറഞ്ഞറിയില്ല. നീതാ ഒരു മുടി മീനൂട്ടിക്ക് തമിഴ് അറിയില്ല. ബൈ ദ ബൈ അറിയാന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ. ഇനി എന്നാ പോകും? മീനുട്ടിക്ക് എല്ലാം എല്ലാം പോകുന്നോ? മീനുട്ടിക്ക് എല്ലാം தெரியும். മീനുട്ടിനെ പറ്റിക്കാൻ നോക്കട്ടെ. நான் நிலாதானே எப்பவும் கூட இருக்கணும்ல. ஆமா. அப்போ உனக்குன்னு நீ ஒரு ரெஸ்ட்ரிக்ஷன் மாதிரி ஒன்று வச்சிருக்கல, ஆமா. அதை விட்டுட்டு விண்ணை தாண்டி என் கூட வரியா? ஏற்கனவே நான் சொல்லிட்டேன், எனக்கு ஒன்றும் பிடிக்கும். நான் அதையும் உங்ககிட்டே நான் சொல்லிட்டேன், நிறைய வாட்டி நான் சொல்லிட்டேன். எனக்கு பிடிக்கும், என்னோட கேரக்டர் எனக்கு பிடிக்கும். நீ நான் எத்தனை வாட்டி சொல்லிட்டேன்னு எனக்கே தெரியாது. ரொம்ப ஹானஸ்டாக இருக்கேன், ரொம்ப அண்டர்ஸ்டாண்ட் பண்ணுறேன்னு. எனக்கு என்ன சொல்லணுமோ அதெல்லாம் கேட்குறதுக்கு நீ இருக்க. அப்புறம் ஏன் கூட வச்சுக்க கூடாதா? அதான் கூடவே இருக்கல்ல. யாரா? ஃப்ரெண்டா? ஃப்ரெண்டு மட்டும். சரி, நான் எனக்கு வேண்டாம், நான் പറയാം. சொல்லு. ஒன்னே ஒன்று கேட்குறேன், அந்த மாலிக்கு பேர் எடுத்துட்டு ஜோஸ் போட முடியுமா? முடியாது. ராஷா மாலிகா, ராஷா ஜோஸானல்ல. எனக்கு இப்போ இந்த சிட்டியில் இருக்கிறது நீ தான். அப்புறம் நான் இந்த சிட்டியில் ரொம்ப க்ளோஸாக இருக்கிறது மீனுட்டி தான். என் மனசு கூட நினைக்கல நான் ஒரு ரிலேஷனில் போகும் அப்படி. அதுக்கு நான் மொத்தமாக இன்ட்ரெஸ்ட் இல்லாமல் இருந்துச்சு. அப்போதான் நீ வந்த என் லைஃப்பில். அப்புறம் சூப்பராக இருந்துச்சு, நல்லா இருந்துச்சு. என்னோட லைஃப் லாங் நீ என் கூடவே இருக்கணும் போல இருக்கு. மீனூட்டி கேட்குற மாதிரி சொல்ற. கேட்கறதுக்காக சொல்லாத. நானே எனக்குள்ள சீக்ரெட்டா சொல்லிட்டு இருந்த விஷயம் இப்போ ஓப்பனா சொல்றேன். எனக்கு உன்னை பிடிக்கும்.
எனக்கு என்ன பிடிச்சிருக்கு. I love you. മീനുട്ടി മതിയല്ലോ ഓക്കെ അല്ലേ? പ്രോമിസ് ആണ്. ഇല്ലെങ്കിൽ മീനുട്ടി ഇവിടുന്ന് വരൂല. മീനുട്ടി വരില്ലേ? ഞാൻ തൂക്കിയെടുത്തോളാം. ചേച്ചി എസ് പറഞ്ഞത് സത്യാണോ നുണയാണോ? സത്യം. മീനുട്ടീനെ സമാധാനപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. ചേച്ചി ഒരു ഹഗ്ഗിട്ട് കൊടുത്തേ. അത്രയല്ല അത്രയല്ല. ബ്യൂട്ടി. ഇല്ല ഇല്ല ഇല്ല. ഇനി തരാൻ പറ്റില്ല. ഇത്തിരി വാല്യൂ കൂടുതലാണ്. വല്ലപ്പോഴൊക്കെ തരാൻ പറ്റും. മോളോട് ആരാ പറഞ്ഞു ഇതാണ് മോളുടെ ഡാഡി എന്ന്? ചേച്ചി ചേച്ചിന്റെ ജീവിതം മെച്ചപ്പെടണം. ചേച്ചി പൊക്കം. ഡാഡി മൈ ഡാഡി ചുപ്പ് ചുപ്പ് ഡാഡി. മീനുട്ടിക്ക് ഇപ്പൊ കീരമാമിനെ ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നു. ചേച്ചി ഈ റോസ് ചേച്ചിക്ക് തരാൻ ഒരു മാമ തന്നതാ. മീനുട്ടി കറിച്ചാടും. മതിയല്ലോ ഓക്കെ മീനുട്ടി അല്ലേ? പ്രോമിസ്